ശരീരഭാരം നിയന്ത്രിക്കാൻ മാത്രമല്ല ഗ്രീൻ ടീ മറ്റ് പല ആരോഗ്യ ഗുണങ്ങളും നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ പലർക്കും ഗ്രീൻ ടീ പ്രിയപ്പെട്ട പാനീയമാകുന്നതും. അപ്പോൾ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആൻറ്റി ഓക്സിഡൻസ്, ഫ്ലേവനോയിഡ്സ്, ഫൈറ്റോ ന്യൂട്രിയൻസ് തുടങ്ങിയവ അടങ്ങിയിട്ടുള്ളതിനാൽ ഗ്രീൻ ടീ ആരോഗ്യപരമായും സൗന്ദര്യപരമായും ധാരാളം ഗുണങ്ങൾ നമുക്ക് നൽകുന്നു. ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് മുതൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വരെ ഗ്രീൻ ടീ നമ്മളെ സഹായിക്കും. നമ്മുടെ രോഗപ്രതിരോധ ശേഷി ശക്തമാകുമ്പോൾ നമ്മുടെ ശരീരത്തിന് വിവിധ സൂക്ഷ്മാണുക്കളെയും അണുബാധകളെയും രോഗങ്ങളെയും എളുപ്പത്തിൽ ചെറുക്കാൻ കഴിയും. ഗ്രീൻ ടീ പതിവായി കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഗ്രീൻ ടീയിലെ എപ്പിഗെല്ലോകാറ്റച്ചിൻ ഗാലേറ്റ് പ്രകൃതിദത്ത അലർജി വിരുദ്ധ ഘടകമാണ്. ഇത് ഹിസ്റ്റമിൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണമാകുന്ന പ്രധാന സെൽ റിസപ്റ്ററുകളെ തടയുന്നു. ഈ സംയുക്തങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ മിക്ക അലർജി പ്രതിപ്രവർത്തനങ്ങൾക്കും കാരണമാകുന്നത്. അവയുടെ ഉൽപ്പാദനം തടയുന്നതിലൂടെ പൂമ്പൊടി, വളർത്തുമൃഗങ്ങളുടെ രോമം, പൊടി തുടങ്ങിയ മിക്ക അലർജികളോടും നമ്മുടെ ശരീരം പ്രതികരിക്കുന്നതിൽ നിന്നും ഗ്രീൻ ടീ തടയുന്നു. അമിത മാനസിക സമ്മർദ്ദം ഒരാളുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ ആരോഗ്യം മോശമാക്കും. ഗ്രീൻ ടീയിലെ പോളിഫെനോൾ തലച്ചോറിലേക്ക് ഗ്ലൂക്കോസിന് സ്ഥിരമായ വിതരണം നൽകാനും സമ്മർദ്ദവും വിഷാദവും കുറയ്ക്കാനും സഹായിക്കും. ഗ്രീൻ ടീയിലെ തിയാനിനും മറ്റ് അവശ്യ അമിനോ ആസിഡുകളും പ്രകൃതിദത്തമായ ആന്റി ഡിപ്രസന്റായി പ്രവർത്തിക്കുകയും നമ്മുടെ സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയിൽ നിന്നും ആശ്വാസം നൽകുകയും ചെയ്യുന്നു. കഫീൻ അടങ്ങിയ മറ്റ് പാനീയങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗ്രീൻ ടീയിൽ കഫീൻ കുറവാണ്. ഇത് ആന്റി ഡിപ്രസന്റ് ഗുണങ്ങൾക്കും കാരണമാകുന്നു. ആന്റി മൈക്രോബിയൽ ഗുണങ്ങളുള്ളതിനാൽ ഗ്രീൻ ടീ ദന്തക്ഷയം, ദന്തരോഗങ്ങൾ, വായ്നാറ്റം എന്നിവയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകളുടെയും വൈറസുകളുടെയും വളർച്ചയെ തടയുന്നു. മാത്രമല്ല, വായ്നാറ്റം അകറ്റാൻ ഒരു കപ്പ് വെള്ളത്തിൽ ഗ്രീൻ ടീ ബാഗ് കലർത്തി ഗ്രീൻ ടീ മൗത്ത് വാഷ് തയ്യാറാക്കാം. ഗ്രീൻ ടീയിലെ കാറ്റച്ചിൻ, പോളിഫെനോൾ തുടങ്ങിയ പ്രകൃതിദത്ത ആന്റി ഓക്സിഡന്റുകൾ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും അധിക ഭാരം ഒഴിവാക്കുകയും ചെയ്യുന്നു. ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ള എപ്പിഗെല്ലോകാറ്റച്ചിൻ ഗാലേറ്റ് മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും നമ്മുടെ ശരീരം ഭക്ഷണത്തെ കലോറികളാക്കി മാറ്റുന്ന നിരക്ക് ത്വരിതപ്പെടുത്തുകയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. ഗ്രീൻ ടീയിലെ ടാനിൻസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് LDL കൊളസ്ട്രോൾ കുറയ്ക്കുകയും അതിറോസ്ക്ലീറോസിസ് ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. നമ്മുടെ വെയിൻസിന്റെ ഭിത്തികളിൽ പ്ലാക്കും കൊഴുപ്പും അടിഞ്ഞുകൂടുന്നതിനാൽ ധമനികളുടെ കാഠിന്യത്തിനും സങ്കോചത്തിനും കാരണമാകുന്ന ഒരു അവസ്ഥയാണ് അതിറോസ്ക്ലീറോസിസ്. ഇത് ഹൃദയാഘാതം, പക്ഷാഘാതം, കൊറോണറി ആർട്ടറി ഡിസീസ് തുടങ്ങിയ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും കാരണമാകുന്നു. തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും അതുപോലെ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഓർമ്മക്കുറവ് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും ഗ്രീൻ ടീ നമുക്ക് ഉപയോഗിക്കാം. കുട്ടികൾക്ക് ഗ്രീൻ ടീ നൽകിയാൽ കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കിയെടുക്കാനും പഠനത്തിൽ ഓർമ്മശക്തി നിലനിൽക്കാനും അവരെ സഹായിക്കും. നല്ലപോലെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്ന ഒരു ചെടിയാണ് തേയില. എന്നാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ചായയിൽ, സാധാരണ ചായപ്പൊടിയിൽ ഈ ഗുണങ്ങൾ അധികം അടങ്ങിയിട്ടില്ല. പക്ഷേ ഗ്രീൻ ടീയിൽ ഈ ഗുണങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിന് പ്രധാന കാരണങ്ങളിലൊന്നാണ് അമിതമായിട്ട് പ്രോസസ്സിംഗ് നടക്കുന്നില്ല എന്നത്. തേയിലയിൽ നിന്നും ഇലകൾ നുള്ളിയെടുത്ത് അതിനെ ആവി കയറ്റി ഉണക്കി ഈർപ്പം ഒന്ന് വറ്റിച്ച ശേഷം ചെറുതരികളോടെ നുറുക്കിയെടുക്കുന്നതാണ് ഗ്രീൻ ടീ. എന്നാൽ സാധാ ടീ നല്ലപോലെ ഓക്സിഡേഷൻ പ്രോസസ്സ് കഴിഞ്ഞാണ് നമ്മളിലേക്ക് എത്തുന്നത്. അതിനാലാണ് അതിന് കറുപ്പ് നിറം ലഭിക്കുന്നത്. ഗ്രീൻ ടീ തയ്യാറാക്കാൻ വെള്ളം തിളപ്പിച്ച് തീ അണച്ചതിന് ശേഷം അതിലേക്ക് ഗ്രീൻ ടീ കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചത് അരിച്ച് ഒഴിച്ച് ചേർക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഗ്രീൻ ടീ ചേർത്ത് അരിച്ച് കുടിക്കാവുന്നതാണ്. ചിലർ ഗ്രീൻ ടീ തയ്യാറാക്കി അതിൽ തേൻ അല്ലെങ്കിൽ പഞ്ചസാര എന്നിവ ചേർത്ത് കുടിക്കുന്നത് കാണാം. എന്നാൽ ഇത്തരത്തിൽ ചെയ്യുന്നത് ഗ്രീൻ ടീയുടെ ഗുണം ഇല്ലാതാക്കുന്നതിന് കാരണമാണ്. അതുമാത്രമല്ല, പലരും നല്ല ചൂടുള്ള ഗ്രീൻ ടീയിലേക്കാണ് തേൻ ചേർക്കുന്നത്. തേൻ ചൂടായാൽ അത് കെമിക്കലായി മാറും. അത് ആരോഗ്യത്തിന് നല്ലതല്ല. അതിനാൽ ഗ്രീൻ ടീ മധുരം ചേർക്കാതെ കുടിക്കുന്നതാണ് നല്ലത്. ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ ടീ കുടിക്കുന്നവരാണെങ്കിൽ അവരതിലേക്കൊരല്പം കറുവപ്പട്ട കൂടി ചേർക്കുന്നത് നല്ലതായിരിക്കും. മാത്രമല്ല, ഇത് രാവിലെ തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഗുണം എന്നതുപോലെ തന്നെ ഗ്രീൻ ടീ അമിതമായിട്ട് ഉപയോഗിച്ചാൽ അത് നിങ്ങൾക്ക് ദോഷവശങ്ങളും വരുത്താം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അനീമിയ. ഗ്രീൻ ടീയിൽ എപ്പിഗെല്ലോകാറ്റച്ചിൻ ഗാലേറ്റ് അടങ്ങിയിരിക്കുന്നു. ഇത് നമ്മളുടെ ശരീരത്തിൽ നിന്നും അയൺ സാന്നിധ്യം കുറയ്ക്കാൻ കാരണമാണ്. അതുപോലെ തന്നെ അയൺ ആഗിരണം ചെയ്യപ്പെടുന്നത് തടയുകയും ചെയ്യും. ഇത് നമ്മളെ അനീമിയയിലേക്ക് സാവധാനത്തിൽ തള്ളിവിടുന്നതാണ്. ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി ഇന്ന് പലരും രാവിലെ തന്നെ ഗ്രീൻ ടീ കുടിക്കുന്നുണ്ട്. ചിലരത് അമിതമായിട്ട് കുടിക്കുന്നത് കാണാം. ഇത്തരത്തിൽ അമിതമായിട്ട് ഗ്രീൻ ടീ കുടിക്കുന്നത് ദഹന പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ നയിക്കും. വയറ്റിൽ ഗ്യാസ് നിറയാനും അതുപോലെ തന്നെ വയറ്റിൽ നിന്നും പോകാനുള്ള ബുദ്ധിമുട്ട് നേരിടാൻ വരെ ഇത് കാരണമായേക്കാം. അതുമാത്രമല്ല, ഇത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. മാത്രമല്ല, അമിതമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കക്കുറവ് വരാനും എല്ലുകളുടെ ആരോഗ്യം നശിക്കാനും പൊട്ടാസ്യം ലെവൽ കുറയാനും എല്ലാം ഇത് കാരണമാകും. അതിനാൽ ഇതിൻ്റെ ദോഷവശങ്ങൾ അറിയാതെ നിങ്ങൾ ഒരിക്കലും അമിതമായിട്ട് ഗ്രീൻ ടീ ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡോക്ടറുടെ അഭിപ്രായം കൂടെ തേടിയിട്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഈ ഗ്രീൻ ടീ നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് വേണ്ടുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അളവിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് നമുക്ക് ശരീരത്തിന് ഒരുപാട് ദോഷങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ അറിഞ്ഞ് മാത്രം ഗ്രീൻ ടീ എല്ലാവരും യൂസ് ചെയ്യുക.